ഞാൻ റവറൻ ടി സതീഷ് ലാൽ. ഞാനിപ്പോൾ CSI കാട്ടാക്കട ഇടവകയിലെ വൈദികനാണ്. കഴിഞ്ഞ 7 വർഷത്തിലധികമായി വൈദിക ശുശ്രൂഷയിൽ ദക്ഷിണ കേരള മഹായിടവകളിലെ വിവിധ ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുന്നു. 2002 മുതൽ സഭാ ശുശ്രൂഷകളിൽ സജീവമാണ്. എന്നാൽ 95 മുതൽ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള വിവിധ ശുശ്രൂഷകൾക്ക് VBS പോലുള്ള മിനിസ്ട്രികൾക്ക് നേതൃത്വം നൽകി വരും. ഒരു വൈദിക ശുശ്രൂഷയിലേക്ക് വരുവാൻ വളരെ കുഞ്ഞുനാൾ മുതലേ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ മാതൃ ഇടവക CSI ഫോസ്റ്റർപുരം പൂഴനാട് എന്ന സ്ഥലത്താണ്. വളരെ സാധാരണക്കാരായ കൂലിവേല ചെയ്യുന്ന ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. വളരെ പരിമിതമായ സാഹചര്യത്തിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനും സെക്കുലർ വിദ്യാഭ്യാസം ചെയ്യുന്നതിനും പൂഴനാട് ഗവൺമെൻറ് സ്കൂളുകളിൽ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ചെയ്തു. എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ജീവിതത്തിൻ്റെ വളർച്ചയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞങ്ങളുടെ മാതൃ ഇടവകയായിരിക്കുന്ന CSI ഫോസ്റ്റർപുരം ഇടവകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് അധികം അകലെയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഫോസ്റ്റർപുരം ഇടവകയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ സജീവ സാന്നിധ്യമായിരുന്നു. അവിടെ നടക്കുന്ന ആരാധനകളിലും കൂട്ടായ്മകളിലും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിലും അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായി പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. വളരെ കുഞ്ഞുനാൾ മുതലേ ഇടവകയുമായി ബന്ധമുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ വൈദിക ശുശ്രൂഷയിലേക്കുള്ള ഒരു താല്പര്യം എനിക്ക് കുഞ്ഞുനാളിലേ ഉണ്ടായി. എൻ്റെ SSLC പഠനം കഴിയുമ്പോഴാണ് എൻ്റെ മാതാപിതാക്കളും അപ്രകാരം ആഗ്രഹിക്കുന്നു, ഞാനൊരു വൈദിക ശുശ്രൂഷകനാകണം, വൈദികനാകണം എന്നവരും ആഗ്രഹിക്കുന്നു, എൻ്റെ കുടുംബാംഗങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് പിന്നെ തുടർന്നുള്ള എൻ്റെ വിദ്യാഭ്യാസവും ഞാൻ ആ രീതിയിൽ ഒരു വൈദികനാകാനുള്ള ആഗ്രഹത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പഠനത്തിൽ മുന്നേറുവാനായിട്ടും ഇടയായത്. ആ ഒരു വലിയ കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ ആ ഇടവകയിൽ നിന്ന് ലഭിച്ച പ്രോത്സാഹനവും പരിശീലനവുമാണ് ഒരുപക്ഷെ ഇന്ന് ഒരു വൈദികനായി ഈ ദേശത്തെല്ലാം ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം എനിക്ക് കൃപ നൽകിയിരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദക്ഷിണ കേരള മഹായിടവകയിലെ ഒരു അനുഗ്രഹീത പട്ടക്കാരനാണ് റവറൻ ഡോക്ടർ ജോൺ വിൻസ്ലോ അച്ഛൻ. ഞങ്ങളുടെ മാതൃഇടവകയിൽ അച്ഛൻ വൈദികനായി ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ പശുവിൻ പാൽ എത്തിച്ചു കൊടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്നായിരുന്നു. ഞങ്ങളുടെ വീട്ടിലന്ന് പശു വളർത്തലുണ്ട്. പാൽ എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു മിൽക്ക് ബോയ് കൂടെയായിരുന്നു ഞാൻ. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച രാവിലെ അച്ഛൻ്റെ വീട്ടിൽ പാലുമായി ചെന്ന ഞാൻ കാണുന്നത് അച്ഛൻ ഒരു നീളമുള്ള വെള്ള നിറമുള്ള വലിയൊരു കുപ്പായത്തിനകത്തേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ്. വളരെ അത്ഭുതത്തോടെ ഈ വലിയ കുപ്പായത്തിനകത്ത്, നീളമുള്ള കുപ്പായത്തിനകത്ത് അച്ഛൻ എങ്ങനെയാണ് കയറുന്നതെന്ന് അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ അച്ഛൻ വളരെ തന്മയത്വത്തോടെ ഒരു തമാശ രൂപത്തിൽ എന്നോട് ചോദിച്ചു, മോനെ, നിനക്കും ഇതിനുള്ളിൽ കയറാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അതൊരു ചെറിയ സ്പാർക്കായിരുന്നു എൻ്റെ മനസ്സിൽ. അച്ഛൻ പറഞ്ഞു, നന്നായി പഠിക്കണം, ഭാവിയിൽ നിനക്കും ഈ ഒരു കുപ്പായത്തിനകത്ത് കയറാനുള്ള, അല്ലെങ്കിൽ ഈ കുപ്പായം ധരിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ചെറിയ ചിന്തയായി എൻ്റെ മനസ്സിൽ കിടന്നു. അത് വളർന്നു. ഒടുവിൽ പിന്നത്തേതിൽ എൻ്റെ സെക്കുലർ പഠനവും അത് കഴിഞ്ഞ് വൈദിക വിദ്യാഭ്യാസവും അതിലെ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി ഇന്ന് ഞാൻ കാട്ടാക്കട ഇടവകയിൽ വൈദികനായി ശുശ്രൂഷ ചെയ്യുകയാണ്. സജീവമായി സഭാ ശുശ്രൂഷകളിൽ ഞാൻ പ്രവേശിക്കുന്നത് 2002 മുതലാണ്. 2002 ഫെബ്രുവരി മാസം 2-ാം തീയതി ദക്ഷിണ കേരള മഹായിടവക എന്നെ ഒരു മിഷണറിയായി നിയോഗിക്കുകയും ഭാരതത്തിലെ വടക്കേ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ സുവിശേഷ പ്രവർത്തനവുമായി പോവുകയും ചെയ്തു. ആദ്യമായി ആന്ധ്രാപ്രദേശിലെ എട്ടൂർ നാഗാരം എന്ന മിഷൻ സെൻ്ററിലും
അതൊന്ന് തെലങ്കാന എന്നറിയപ്പെടുന്ന പ്രദേശമാണ്, നിങ്ങൾക്കറിയാം. തുടർന്ന് ഛത്തീസ്ഗഡിലും അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ സുവിശേഷ പ്രവർത്തകനായി, ഒരു മിഷണറിയായി ഏകദേശം 4 വർഷത്തോളം ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞുങ്ങളുടെ ഇടയിലെ ശുശ്രൂഷ വളരെ സജീവമായും സന്തോഷത്തോടെയും ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ മഹായിടവയുടെ കീഴിലുള്ള VBS മിനിസ്ട്രിയിലും അതുപോലെ തന്നെ മഹായിടവകയിലെ ഡയറക്ടേഴ്സിന്, ട്രെയിനേഴ്സിന് നേതൃത്വം കൊടുക്കുന്ന, ട്രെയിനീസിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ട്രെയിനറായി പോലും വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് ദൈവം അവസരം നൽകിയിട്ടുണ്ട്. വൈദിക വിദ്യാഭ്യാസം ഞാൻ കൽക്കട്ടയിലുള്ള ബിഷപ്സ് കോളേജ് എന്ന സെമിനാരിയിലാണ് എൻ്റെ BD പഠനം ഞാൻ പൂർത്തീകരിച്ചത്. അത് കഴിഞ്ഞ് ദക്ഷിണ കേരള മഹായിടവയിലെ വിവിധ സഭകളിൽ ശുശ്രൂഷകനായിരുന്ന കൂട്ടത്തിൽ തെക്കൻ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന അമരവിളയിലെ CSI ഇടവകയിൽ 5 വർഷത്തോളം ഒരു വൈദികനായി അവിടെ ശുശ്രൂഷ നിർവഹിച്ചു. അതേ തുടർന്ന് കാട്ടാക്കട ഇടവകയിൽ ഇക്കഴിഞ്ഞ 6 മാസമായി ഞാനൊരു വൈദികനായി ശുശ്രൂഷ ചെയ്തു വരികയാണ്. നമ്മുടെ ഇടവകകളിലെ കുഞ്ഞുങ്ങളുടെയും യുവതി യുവാക്കളുടെയും ഇടയിലുള്ള ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭാ ശുശ്രൂഷകളിൽ നിന്ന്, സഭയുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും യുവതി യുവാക്കളും ഒഴിഞ്ഞുമാറുകയോ തള്ളപ്പെടുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഞാൻ ഏത് ഇടവകയിൽ ശുശ്രൂഷ ചെയ്താലും അത്തരം സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പരമാവധി അത്തരം സാഹചര്യങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അമരവിളയിലെ CSI ഇടവകയിൽ ഇരിക്കുമ്പോഴാണ് അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് പാട്ട് പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ പാട്ട് പഠിപ്പിക്കണം, ഒരു ക്വയർ, ജൂനിയർ ക്വയർ ഉണ്ടാകണം എന്ന ഒരാഗ്രഹം അവിടുത്തെ ഇടവക കമ്മിറ്റി പ്രകടിപ്പിക്കുകയും ഇടവക കമ്മിറ്റി തീരുമാനപ്രകാരം ജൂനിയർ ക്വയറിൻ്റെ കോർഡിനേറ്ററായി എന്നെ നിയോഗിക്കുകയും അങ്ങനെ ആ ഇടവകയിൽ വളരെ മനോഹരമായി പ്രവർത്തിക്കുന്ന 10-70ഓളം കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു ജൂനിയർ ഗായക സംഘത്തിന് രൂപം നൽകാനായിട്ട് ഇടവന്നു. മാത്രമല്ല മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, നമുക്കറിയാം ഇന്ന് ഒരു മൈനസ് ട്രാക്ക് ഉണ്ടെങ്കിൽ അഥവാ ഒരു കരോക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പാട്ട് പാടാം, അവതരിപ്പിക്കാം എന്നുള്ളൊരു സാഹചര്യം നമുക്കിന്ന് നിലവിലുണ്ട്. എന്നാൽ അവിടെ ഇൻസ്ട്രുമെൻ്റ് പരിശീലനത്തിനും കൂടെ ഞാൻ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിവിധ സംഗീത ഉപകരണങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും പരമാവധി മൈനസ് ട്രാക്ക് പോലുള്ള, കരോക്കെ പോലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ ലൈവായി ഇൻസ്ട്രുമെൻ്റ് വായിച്ച് പാട്ട് പാടിക്കുന്ന രീതിയിൽ ആ ജൂനിയർ ക്വയറിൻ്റെ പ്രവർത്തനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു. ഇന്നും വളരെ സജീവമായി ആ ഗായക സംഘം അവിടെ പ്രവർത്തിക്കുന്നുവെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട് ഏകദേശം 2 വർഷത്തോളം ലോക്ക്ഡൗൺ നിലനിന്നിരുന്ന സാഹചര്യം നമുക്കറിയാമല്ലോ. ആ സമയത്ത് ഈ കുഞ്ഞുങ്ങൾ വളരെ നിരാശപ്പെട്ടു. ആലയത്തിൽ, പള്ളിയിൽ വരാനോ പാട്ടുകൾ പാടാനോ ക്വയറിൽ പങ്കെടുക്കാനോ ഒക്കെ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഓൺലൈനായി ഒരു ഗായക സംഘത്തിന് തുടക്കം കുറിച്ചത്. അങ്ങനെ ഒരു ആലോചന വന്നത്. അങ്ങനെ അമരവിള കേന്ദ്രമായി ഈ നാളുകളിൽ പ്രവർത്തിക്കുന്ന ഒരു മ്യൂസിക് ബാൻഡ്, കിഡ്സ് മ്യൂസിക് ബാൻഡ് അമരവിള എന്ന പേരിൽ ഒരു ഗായക സംഘം ഈ നാളുകളിൽ അവിടെ പ്രവർത്തിക്കാം. അപ്പോൾ അത് ആ ദിവസങ്ങളിൽ അവിടെ ഉള്ള എൻ്റെ പ്രവർത്തന ഫലമായി അവിടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച ഒരു ഗായക സംഘമാണ്. ഇപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ സഹകരണത്തോടും അവിടെ തന്നെ പങ്കാളിത്തോടും കൂടെ ഈ ഗായക സംഘം, കിഡ്സ് മ്യൂസിക് ബാൻഡ് അമരവിള എന്ന കുഞ്ഞുങ്ങളുടെ ഗായക സംഘം അവിടെ പ്രവർത്തിച്ചു വരികയാണ്. 40-ലധികം കുഞ്ഞുങ്ങൾ ഇന്ന് ആ ക്വയറിലുണ്ട്. അത് അമരവിള, കുടുംബോട് പോലുള്ള ആ ഭാഗത്തുള്ള പരിസരത്തുള്ള നെയ്യാറ്റിൻകര പോലുള്ള പരിസരത്തുള്ള ധാരാളം കുഞ്ഞുങ്ങൾ ആ ക്വയറിൽ അംഗമാണ്. അതിനോട് ചേർന്ന് തന്നെ KMB സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന പേരിൽ ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് സംഗീത ഉപകരണങ്ങൾ പഠിക്കുന്നതിനുള്ള ഒരു സ്ഥാപനം കൂടെ അതിനോട് ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് 60-ലധികം കുഞ്ഞുങ്ങൾ ഓർഗൻ, ഗിറ്റാർ, വയലിൻ, ഡ്രംസ് തുടങ്ങിയ സംഗീത ഉപകരണങ്ങൾ ഈ ഒരു ക്വയറിൻ്റെ ഭാഗമായി അവിടെ അഭ്യസിച്ചു വരികയാണ്. അപ്പോൾ ഞാനിത് എന്തുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ
കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ആലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും വരാനും അവിടെ കഴിവുകളെ പ്രകടിപ്പിക്കാനുമുള്ള അവസരം നൽകുമ്പോൾ അവർ ജീവിതം ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ദൈവികമായ രീതിയിലും ആലയവുമായുള്ള ബന്ധത്തിലും നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരും. അതിനുവേണ്ടിയുള്ള പരിശീലനമൊക്കെ നൽകാനാണ് ശ്രമിച്ചത്. ഇന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വേർഡ് ടു വേർഡ് എന്ന ടെലിവിഷൻ ചാനലിലും ഞങ്ങളുടെ കിഡ്സ് മ്യൂസിക് ബാൻഡിൻ്റെ കുഞ്ഞുങ്ങളുടെയും KMB സ്കൂൾ ഓഫ് മ്യൂസിക് അമരവിള എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ള പെർഫോമൻസുകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ദൈവോന്മുഖമായി വളർത്തുന്നതിന് സഭാ പരിസരത്ത്, പ്രത്യേകിച്ച് ദക്ഷിണ കേരള മഹായിടവകയിലെ CSI ദക്ഷിണ കേരള മഹായിടവകയിലെ സഭകളുടെ പരിസരത്ത് തന്നെ ധാരാളം സാധ്യതകൾ നിലവിലുണ്ട്. ബാലജന സഖ്യം, സൺഡേ സ്കൂൾ, CUIF പോലുള്ള വിവിധങ്ങളാകുന്ന സംഘടനകൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള സെമിനാറുകൾ, VBS പോലുള്ള മിനിസ്ട്രികൾ, അത്തരം ശുശ്രൂഷകൾ ധാരാളമായി അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അഥവാ അവസരങ്ങൾ ധാരാളം നമുക്കിന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിൽ അത്തരം മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുകയും കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അത് ഒരു ഭാഗമാണ്. മറ്റൊന്ന്, ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ 1995 മുതൽ VBS ഡയറക്ടറായിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വർഷവും VBS വെക്കേഷൻ സമയത്ത് ധാരാളം കുട്ടികളോട് ദൈവവചനം പറയുന്നതിന്, അവരെ പഠിപ്പിക്കുന്നതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മറ്റൊരു തലമാണ് ഞാൻ സൂചിപ്പിച്ച ഗായക സംഘം. അതിൽ സ്വന്തമായി കുഞ്ഞുങ്ങൾക്ക് പാട്ടെഴുതാനും ഈണം നൽകാനും ഇൻസ്ട്രുമെൻ്റൊക്കെ ഉപയോഗിക്കാനും കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലാണ് ക്വയർ, ഞാൻ പറഞ്ഞ കിഡ്സ് മ്യൂസിക് ബാൻഡ് പോലുള്ള ഗായക സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. കുഞ്ഞുങ്ങളുടെ ഇടയിലെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ദൈവവചനം പങ്കുവയ്ക്കാൻ കഴിയുന്നൊരു സാഹചര്യമാണ് VBS മിനിസ്ട്രിയിലുള്ളത്. പാട്ടുകളിലൂടെയും കഥകളിലൂടെയും കളികളിലൂടെയും വേദപുസ്തകത്തിലെ സന്ദേശം കുഞ്ഞുങ്ങളിലേക്ക് കൈമാറുവാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് സംവദിക്കാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും വളരെ ക്രിയാത്മകമായും വളരെ ഉത്സാഹത്തോടെയുമാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. ധാരാളം കുഞ്ഞുങ്ങളെ അങ്ങനെ കാണാനും മനസ്സിലാക്കാനും അറിയാനും അവരോട് സംസാരിക്കാനും ദൈവവചനം പങ്കുവയ്ക്കാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷമുള്ള പ്രത്യേക സാഹചര്യം നമുക്കറിയാം. കോവിഡുമായുള്ള ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് ആലയങ്ങളെല്ലാം അടയ്ക്കപ്പെട്ട് കുഞ്ഞുങ്ങളെല്ലാം സ്കൂളുകളിൽ പോകാൻ കഴിയാത്ത വിധത്തിൽ കുഞ്ഞുങ്ങൾ അവിടെ ഭവനങ്ങളിൽ അകപ്പെട്ടു പോയി. ആ സമയത്ത് ഓൺലൈനായിട്ട് ആരാധനകളും സൺഡേ സ്കൂളും VBSഉം എനിക്ക് തോന്നുന്നു ദക്ഷിണ കേരള മഹായിടവയുടെ കീഴിൽ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആദ്യമായി ഒരു ഓൺലൈൻ VBS നടന്നത് അമരവിള ഇടവകയിലാണ് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അമരവിള ഇടവകയിൽ കോവിഡ് ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങളെ VBS എന്നത് എല്ലാ വർഷവും നമ്മുടെ കുഞ്ഞുങ്ങൾ കാത്തിരിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. അപ്പോൾ ലോക്ക്ഡൗൺ എന്ന ഒരു കാരണം പറഞ്ഞ് അത് ഒഴിവാക്കണോ, അല്ല നമുക്ക് ഏതെങ്കിലും സാധ്യതകൾ ഉപയോഗിച്ച് അത് ചെയ്യാൻ കഴിയുമോ എന്ന് അവിടുത്തെ സൺഡേ സ്കൂൾ കമ്മിറ്റിയുമായിട്ടൊക്കെ ആലോചിച്ചപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടൊരു ഓൺലൈൻ VBS നടത്തിക്കൂടാ എന്ന ആലോചന വരികയും അങ്ങനെ പരിമിതമായ സാഹചര്യങ്ങളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഒരു VBSന് ആവശ്യമാകുന്ന സിലബസ്, മെറ്റീരിയൽസ്, ഗാനങ്ങൾ, ആക്ഷൻ സോങ്ങുകൾ, അതിനുള്ള ഡിവോഷൻ ഗൈഡുകൾ, വർക്ക് ബുക്ക് തുടങ്ങിയ സകല മെറ്റീരിയൽസും സഭയായിട്ട് തന്നെ അതിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അത് നിർമ്മിച്ചുകൊണ്ട് കോവിഡ് ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായി VBS നടത്താനായിട്ട് സാധിച്ചു. ഓൺലൈനിൽ VBS നടത്തുന്നതോടൊപ്പം ആരാധനകളും നമുക്കങ്ങനെ നടത്തുന്നതിന് ദൈവം സഹായിച്ചു. എന്നാൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഈ ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞ് വീണ്ടും ഫിസിക്കലായി നമുക്ക് ആലയത്തിലൊക്കെ മീറ്റ് ചെയ്യാമെന്നുള്ള സാഹചര്യം വന്നപ്പോൾ പൊതുവേ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങളിലും
ആലയത്തിലേക്ക് വരാനുള്ള താല്പര്യം കുറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്നാൽ തുടർ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വളരെയേറെ പരിശ്രമിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിട്ടാണ് ഗായക സംഘം. എല്ലാ പള്ളികളിലും സീനിയർ കൊയർ എന്ന രീതിയിലൊരു വളരെ സംഘടിതമായി പ്രവർത്തിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള സീനിയർ കൊയേഴ്സ് ഉണ്ട്. എന്നാൽ ജൂനിയർ ഗായക സംഘങ്ങൾ സഭയ്ക്ക് വളരെ അനിവാര്യമായതാണ് എന്ന് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ജൂനിയർ ഗായക സംഘം ഒരു ഞാറ്റടി പോലെ കുഞ്ഞുങ്ങളെ കുഞ്ഞുനാളിലെ അവരെ പാട്ടുകൾ, സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിച്ച് അവർ മുതിർന്നു വരുന്ന ക്രമത്തിൽ ഇടവകയിലെ സീനിയർ കൊയറിലേക്ക് അവരെ പറിച്ചു നടുന്ന അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുന്ന ഒരു രീതി വളരെ അനുയോജ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പ്രവർത്തിച്ച ഇടങ്ങളിൽ ജൂനിയർ ഗായക സംഘങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ ഇടയിലെ മിനിസ്ട്രിയിലും VBS പോലുള്ള ശുശ്രൂഷകളിലും സജീവമായി പങ്കുചേർന്നിട്ടുള്ളത്. കുഞ്ഞുങ്ങളെ അതിലൂടെ ദൈവവചനം നൽകുവാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. സെക്കുലർ വിദ്യാഭ്യാസം അത് ജാതി മത ഭേദമന്യേ ഒരു മനുഷ്യന് വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. അതൊരു വൈദികനാകട്ടെ, വൈദികനല്ലാത്ത ഒരാളായിക്കോട്ടെ. നമുക്കറിയാം, അടിസ്ഥാന വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ അവകാശമാണ്, അവൻ്റെ ധാർമ്മികമായ അവകാശമാണ്. എന്നാൽ വൈദിക വൃത്തിയിലേക്ക് വരുന്ന ഒരാൾ വേദപുസ്തകം മാത്രം പഠിച്ചാൽ പോരെ എന്നുള്ളൊരു ചിന്ത പലരുടെയും മനസ്സിലുണ്ട്. എന്നാൽ അത് തികച്ചും തെറ്റായ ഒരു ചിന്തയും ധാരണയുമാണ്. സെക്കുലർ വിദ്യാഭ്യാസം വൈദിക വിദ്യാഭ്യാസത്തിനും വൈദിക വൃത്തിക്കും വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. വേദപുസ്തകം രചിക്കപ്പെട്ടതും വേദപുസ്തകം വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നതുമായുള്ള സാഹചര്യം എന്ന് പറയുന്നത് അത് പൊതുവായ ഇടങ്ങളാണ്, സെക്കുലറായിട്ടുള്ള മേഖലകളിലാണ്. അപ്പോൾ വേദപുസ്തകത്തെ ഇന്നിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കാനും പ്രസംഗിക്കാനും കഴിയുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേൾവിക്കാരന് അഥവാ ഒരു വിശ്വാസിക്ക് വേദപുസ്തകത്തെ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വൈദിക വിദ്യാഭ്യാസത്തെക്കാൾ അപ്പുറം അല്ലെങ്കിൽ അതിലുപരിയായി സെക്കുലർ വിദ്യാഭ്യാസം ലോകത്തെ കാണാനും മനസ്സിലാക്കാനും ലോകത്തിൻ്റെയും മനുഷ്യൻ്റെയും ആവശ്യങ്ങളെ മനസ്സിലാക്കാനും അവൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചും അവൻ്റെ കോണ്ടെക്സ്റ്റ് അഥവാ അവൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അവൻ്റെ പശ്ചാത്തലത്തിനനുസരിച്ച് ദൈവവചനം വ്യാഖ്യാനിക്കാനും അവൻ്റെ ജീവിതത്തിന് പ്രചോദനം നൽകുന്ന അവനെ പ്രൊമോട്ട് ചെയ്യുന്ന അഥവാ അവനെ സഹായിക്കുന്ന തലത്തിലേക്ക് ദൈവവചനത്തെ വ്യാഖ്യാനിച്ച് അവൻ്റെ ഹൃദയങ്ങളിൽ എത്തിക്കുവാനും നമുക്ക് കഴിയുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സെക്കുലർ വിദ്യാഭ്യാസം ഒരു വൈദിക വിദ്യാർത്ഥിക്ക്, ഞാനിന്നും ഒരു വിദ്യാർത്ഥിയാണ്, വൈദിക വിദ്യാർത്ഥിയാണ്. ഞാൻ വൈദിക പഠനത്തിലെ MTH പഠനം ഈ സമീപനാളിൽ പൂർത്തീകരിച്ചു. അത് തുടർ പഠനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ വിദ്യാഭ്യാസം എപ്പോഴും ഒരു വൈദികന് വളരെ സഹായകരമായ, എൻ്റെ ശുശ്രൂഷയ്ക്ക് വളരെ സഹായകരമായ ഒരു ഘടകമാണ് എന്ന് ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയാണ്. വേദപുസ്തകത്തിൽ ദൈവം നേരിട്ടും അല്ലാതെയും ദൈവിക ശുശ്രൂഷകൾക്ക് ആൾക്കാരെ വിളിക്കുന്ന, ശിഷ്യന്മാരെ വിളിക്കുന്ന, പ്രവാചകന്മാരെ വിളിക്കുന്ന സാഹചര്യം ധാരാളമുണ്ട്. ചില സാഹചര്യത്തിൽ ദൈവം നേരിട്ട് അവരെ വിളിക്കുകയാണ്. ശമൂവേൽ ബാലനായിരിക്കുന്ന സമയത്ത് അവനെ ശമൂവേലേ എന്ന് അവനെ നേരിട്ട് ദൈവം വിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വേദപുസ്തകത്തിൽ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് അപ്രകാരത്തിൽ പറയാൻ കഴിയും. എന്നാൽ നേരിട്ടല്ലാതെയും അനേകരെ ദൈവം ഈ ശുശ്രൂഷകൾക്കായിട്ട് വിളിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവവിളി എന്നത് ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിലൂടെ രൂപപ്പെടുന്ന ഒരു നിയോഗമാണത്. ദൈവവുമായി ഗാഢമായ ബന്ധം പുലർത്തുന്ന ഏതൊരു വ്യക്തിക്കും ആ നിയോഗം സ്വീകരിക്കാനായിട്ട് കഴിയും.
ആരാണ് ദൈവം എന്നൊരു ചോദ്യം എപ്പോഴും നിലനിൽക്കുന്നൊരു ചോദ്യമാണല്ലോ. എത്രയോ മഹാന്മാർ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനായി ശ്രമിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ദൈവം ആരാണ് എന്ന ചോദ്യത്തിന് ആ ദൈവത്തെ സ്വയമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ ആ അറിവിലൂടെയാണ്, ആ മനസ്സിലാക്കലിലൂടെയാണ് ഈ വിളി ലഭ്യമാകുന്നത്. ഞാൻ അറിഞ്ഞ ഈ ദൈവത്തെ, ഞാൻ മനസ്സിലാക്കിയ ഈ കർത്താവിനെ, ഞാൻ രുചിച്ചറിഞ്ഞ ഈ യേശുവിനെ മറ്റുള്ളവരോടും പറയാൻ, മറ്റുള്ളവരോടും പങ്കുവയ്ക്കുവാനുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടാകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ രൂപപ്പെടുന്ന ഒന്നാണ് ദൈവവിളി എന്നുള്ളത്. ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞ് അനുഭവിച്ച ഒരു വ്യക്തി ആ ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ആഗ്രഹത്തോടെ ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു അനുഭവത്തെയാണ് ദൈവവിളി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സഭാ ശുശ്രൂഷയിൽ ഞാനിന്ന് സജീവമായിരിക്കുന്നത് പോലെ തുടർന്നും ഈ ശുശ്രൂഷയിൽ വളരെ സജീവമായി മുമ്പോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ഇടവകയിലെ വൈദികനായി ഞാൻ നിയോഗിക്കപ്പെടുമ്പോൾ ആ ഇടവകയിലെ മുഴുവൻ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഒരിടവകയിലുള്ളത്. അവിടെ കുഞ്ഞുങ്ങളുണ്ട്, അവിടെ യുവതി യുവാക്കളുണ്ട്, അവിടെ വയോജനങ്ങളുണ്ട്. എല്ലാ തരത്തിലും പെട്ട ജനവിഭാഗം ഉൾക്കൊള്ളുന്നതാണ് ഒരു ദൈവാലയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ എല്ലാവരോടും സമഭാവനയോടെ ഇടപെടുവാനും അവർക്ക് വേണ്ടി അവരുടെ ശുശ്രൂഷ ചെയ്യാനും വരുന്ന ആളുകളിലും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇക്കഴിഞ്ഞ നാളുകളിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ സവിശേഷമായി ചെയ്ത ചില ശുശ്രൂഷകൾ വീണ്ടും മുൻപോട്ട് കൊണ്ടുപോകുവാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. VBS പോലുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിലെ മിനിസ്ട്രിയിൽ സജീവമാകാൻ തുടർന്നും ഞാൻ പരിശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗായക സംഘങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകാൻ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്താൻ തുടർന്നും ഞാൻ ആഗ്രഹിക്കുന്നു. വൈദിക പഠനത്തിൽ അടുത്ത തലത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് അതിനായിട്ട് ഈ നാളുകളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന ആളുകളിൽ ഞാൻ ഇതുവരെ ചെയ്തതിലും അധികം സന്തോഷത്തോടുകൂടെ ഈ ശുശ്രൂഷ വളരെ സജീവമായിട്ട് ചെയ്യാനായി ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ അതിന് എൻ്റെ മേൽ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.